ഹലോ നമസ്കാരം ഗൈസ്. ഞങ്ങൾ ഇന്ന് പോകുന്നത് ചേട്ടൻ്റെ മോളുടെ 7ാം മാസത്തെ ചടങ്ങിന് വേണ്ടിയാണ്. ഞങ്ങളവിടെ എത്തി. മോളേക്കുന്ന എല്ലാ അവർക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അതാണ് എല്ലാവരും മുഖമൊക്കെ മറച്ചേക്കുന്നത്. അവർക്ക് പൂ വെച്ച് കൊടുത്തപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു, ഒരുപാടായിപ്പോയി. അങ്ങനെ എല്ലാവരും കൂടെ ഒരുങ്ങുന്നൊരു ഘട്ടത്തിലേക്ക് നിൽക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. ബാക്കി ചടങ്ങുകളിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യം വിളക്ക് കത്തിച്ച്, ചേച്ചിയാണ് വിളക്കെല്ലാം വെച്ച് കത്തിക്കുന്നത്. മോള് വന്ന് അവിടെ ഇരിക്കാനായിട്ട് റെഡിയാകുന്നുണ്ട്. വിളക്കൊക്കെ കത്തിച്ചു. ഒരു കൊച്ചുണ്ടാപ്പുറയുണ്ട്, അവൻ നല്ല രസമായിരുന്നു. അവൻ്റെ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവർ രണ്ടുപേരും ഇരുത്തിയിട്ട് അവർക്ക് ഓരോരുത്തരായിട്ട് ഏഴ് പലഹാരങ്ങളുണ്ട്. 7ാം മാസമാണ്, അപ്പോൾ 7 പലഹാരങ്ങളുണ്ട്. അതിൽ നിന്ന് ഓരോന്ന് വെച്ച് ഓരോരുത്തരായിട്ട് കൊടുക്കുന്നു. വളയിട്ട് കൊടുക്കുന്നു, അരിയും പൂവും നെറ്റിയിട്ട് കൊടുക്കുന്നു, മഞ്ഞൾ പൂശുന്നു. ഇതാണ് ചടങ്ങ്. കറക്റ്റ് ചടങ്ങ് എങ്ങനെയെന്ന് പറഞ്ഞാൽ അറിയില്ല. നിങ്ങൾ കണ്ടു നോക്കൂ. ഇതൊക്കെയാണ് ചടങ്ങ്. വരുന്നവർ മഞ്ഞൾ പൂശുന്നു, രണ്ടുപേർക്കും കൊടുക്കുന്നു ഓരോ പലഹാരങ്ങൾ. അരിയും പൂവും തലയിലിടുന്നു, വളയിട്ട് കൊടുക്കുന്നു മോൾക്ക്. അത്രയേ ഉള്ളൂ. അത് പെട്ടെന്ന് കഴിയുന്ന ചടങ്ങുകളാണ്. എല്ലാ അമ്മമാരും ചേച്ചിമാരും എല്ലാവരും, അവരെക്കാളും പ്രായം കുറഞ്ഞവർക്ക് ചെയ്യാൻ പാടില്ല, അല്ലാത്തവർക്ക് എല്ലാവർക്കും ചെയ്യാം. അങ്ങനെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീകുട്ടി അപ്പം തന്നെ പറയുന്നുണ്ട് അവൾക്ക് വയറ് നിറഞ്ഞെന്ന്, മതി എന്ന്. അങ്ങനെ എല്ലാവരും കൊടുത്ത് രണ്ടുപേരും കഴിച്ച് മടുത്തു. ഞാൻ അപ്പനും അമ്മയും തൂറ്റാമ്മിയുടെ തടങ്ങിന് പോയി സദ്യ കഴിച്ചു. അവിടെ ഒരു കുഞ്ഞു വാവ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് കളിച്ചു. തന്തുകൊച്ചിൻ്റെ കൂടെ തോട് കാണാൻ പോയി. പലഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ അവന് വെച്ചിരുന്നതെല്ലാം കൂടെ എടുത്ത് അവളുടെ സാരി തുമ്പിൽ വെച്ചിട്ട് അതെല്ലാം കൂടെ എടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അത് അവൾക്ക് കൊണ്ടുപോകാനായിട്ട് കൊടുക്കുന്നൊരു ചടങ്ങാണ്. അതങ്ങനെ ചെയ്ത് അവന് കൊടുത്തത് അത് അവിടുത്തെ ആൾക്കാർ കഴിക്കാനായിട്ട് അങ്ങ് എടുത്തു. അങ്ങനെ അതൊരു ചടങ്ങായിട്ട് അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി സദ്യ കഴിക്കാനൊക്കെ ഇരുന്നു. നല്ല സദ്യയായിരുന്നു. സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞു. അവസാനം പോകാനായിട്ട് ഇറങ്ങുന്നൊരു ടൈമാണ്. അവനെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കണം. അങ്ങനെ അവനകത്തേക്ക് വിളിച്ച്, അപ്പോൾ അവൻ തിരിച്ച് ദക്ഷിണ പോലെ കാശ് കൊടുക്കുന്നുണ്ട്. അനുഗ്രഹം വാങ്ങിച്ച് കാശ് കൊടുത്ത് അവരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നത്. എല്ലാവരും യാത്ര പോകുന്നെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് എല്ലാവരും ഇറങ്ങിയാണ്. അങ്ങനെ സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങുന്ന സ്റ്റെപ്പിൽ കുറച്ച് മുമ്പ് ഇറങ്ങുമ്പോൾ ആ സ്റ്റെപ്പിൽ ചേച്ചി വീണതേ ഉള്ളൂ. അതുകൊണ്ട് ശ്രീകുട്ടി എടുത്ത് പറയുന്നു എല്ലാവരും സൂക്ഷിച്ച് ഇറങ്ങണേ എന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടി പിടിച്ചിറക്കുകയാണ്. അവിടെ നിന്ന് ഒരു ചാൾ വീണതുകൊണ്ട് പതുക്കെ ഇറക്കി. അങ്ങനെ ചേട്ടനാണ് കാർ ഓട്ടിക്കുന്നത്. ചേട്ടൻ കാർ എടുക്കാൻ വേണ്ടി പോവുകയാണ്. വണ്ടി വന്നു. അങ്ങനെ ശ്രീകുട്ടിയെ അതിലേക്ക് കയറ്റി കയറ്റുമ്പോൾ എതിർപ്പ് വരുന്ന ഒരു ചടങ്ങുണ്ട് നമ്മളിവിടെയൊക്കെ. അതായത് വണ്ടി മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ഒരാൾ വണ്ടിയിൽ ഇങ്ങോട്ട് വരുന്നത്, ആരെ വിളിച്ചിട്ടും പോകുന്നില്ല. അങ്ങനെ അവസാനം ചിക്കൂന അവിടെ പിടിച്ച് നിർത്തിക്കണം. വെയിലത്ത് അവന് കുറേ നേരം കൊണ്ട് പറഞ്ഞു വെയിലാണ് കേട്ടോ, ഒന്ന് പെട്ടെന്ന് വെയിൽ നിർത്തിയിരിക്കണം അവനവിടെ. എല്ലാവരും വണ്ടിയിൽ കയറി യാത്ര അയക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് അവൾക്കൊരു ഉമ്മ വിടാമെന്ന് പറഞ്ഞു. ഡോറടച്ച് പിന്നെ ഞാൻ തുറന്ന് ഒരു ഉമ്മ കുടിപ്പിച്ച്. അവൾക്ക് നാണം. അത് കഴിഞ്ഞിട്ട് ശ്രീകുട്ടിക്ക് നാണമായിരുന്നു. നേരെ അവനെ കൊണ്ട് ഉമ്മയെ കുടിപ്പിച്ച് ടാറ്റയൊക്കെ പറഞ്ഞ് അവൾ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അവൾ ഉമ്മ കൊടുത്തത് ഇല്ല എന്നുണ്ടോ അടച്ച്. അങ്ങനെ വണ്ടി സ്റ്റാർട്ടായി. വണ്ടി സ്റ്റാർട്ട് എടുക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരാൾ താഴേക്ക് ഇറങ്ങി വരും. എതിർപ്പ് വരിക എന്ന് നമ്മളിവിടെയൊക്കെ പറയും. അങ്ങനെ ചിക്കുവാണ് എതിർപ്പ് വരുന്നത്. അവൻ വെയിലത്ത് നിന്ന് ചീത്ത വെച്ചുകൊണ്ടിരിക്കേണ്ട അവിടെ നിന്ന് ഇരുന്ന്. അതാണ് നമ്മുടെ ചിക്കു.
ഞാൻ അത് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയിട്ട് ആരതി ഉഴിയുന്നൊരു ചടങ്ങുണ്ട്. അത് ഉഴിയുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആരതി ഉഴിഞ്ഞ് അത് കമഴ്ത്തി കുഞ്ഞിനെ വീടിൻ്റെ അകത്തേക്ക് കയറ്റി അതോടുകൂടി ഈ ചടങ്ങ് ഇവിടെ തീർന്നു. പിന്നെ കൊണ്ടുവന്ന പലഹാരങ്ങൾ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് ചടങ്ങ്.